ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് മന്തി കഴിക്കാൻ പോയാലോ? അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഫൈനലി നമ്മുടെ മന്തി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അരമണിക്കൂർ സംസാരിച്ചിരുന്ന് അങ്ങനെ തള്ളി നീക്കി. പക്ഷേ ഇതിനകത്തൊന്നും സ്പേസ് ഒന്നും ഇല്ല. സ്വഭാവം നീ യൂട്യൂബിൽ കാണിപ്പിക്കുന്നുണ്ട്. അത് എനിക്ക് തന്നെ കയറണം. പക്ഷേ ഫോണ് കിട്ടി. പക്ഷേ അതെല്ലാം ആദ്യം ക്യാമറയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അതാണ് എനിക്ക് വേണ്ടത്. എന്നെ ഭംഗിയായിട്ട് കാണിച്ചാലല്ലേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഹൈലൈറ്റായി നിൽക്കുകയുള്ളൂ. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്. ഒരു കാര്യം വളരെ തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും വോയിസ് ഓവർ ചെയ്ത സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്. സ്വയം ഇങ്ങനെ എപ്പോഴും പുകഴ്ത്തി ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന കുറച്ച് ടീംസിനെ എനിക്കറിയാം കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പറയത്തക്ക വിധ സൗന്ദര്യം ഇല്ലെങ്കിലും ഫുൾ ടൈം ഇങ്ങനെ സൗന്ദര്യത്തിനെക്കുറിച്ചൊക്കെ പുകഴ്ത്തുന്ന കുറച്ചധികം ടീംസിനെ എനിക്കറിയാം കേട്ടോ. അത്ര അരഗൻ്റ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമുക്ക് പോയിന്റിലേക്ക് വരാം. നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാണല്ലോ. കുറച്ച് നേരം നമ്മൾ മയോണൈസും അതോടൊപ്പം തന്നെ സലാഡൊക്കെ കഴിച്ച് അങ്ങനെ തള്ളി നീക്കി കഴിഞ്ഞപ്പോൾ ഫൈനലി നമ്മുടെ കുഴിമന്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് കുഴിമന്തി നമ്മൾ അങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഴിമന്തി ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് പറയുകയാണെങ്കിൽ തെക്കേക്കരയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന തമാം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. വാഗമണ്ണൊക്കെ പോകുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. കാരണം ഒരു ടൈം നമ്മൾ ഇവിടെ കയറി ഫുഡ് കഴിച്ചാൽ വീണ്ടും കയറാൻ ചാൻസ് ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത് കേട്ടോ. ഓൾറെഡി നമ്മൾ നേരത്തെ ഗോഗ്രിൽ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഫുള്ളി കഴിഞ്ഞു പോയി കേട്ടോ. അതിന് ശേഷമാണ് തമാമിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. കുഴിമന്തി കഴിക്കണമെന്ന് ആഗ്രഹിച്ചിറങ്ങി പോയിട്ട് എങ്ങനെ കുഴിമന്തി കഴിക്കാതെ നമ്മൾ വീട്ടിൽ പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ തമാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നാൽ ആർക്കും ഡിസപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ല. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തിയാണ് കിട്ടുന്നത്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഫാം കുഴിമന്തിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുഴിമന്തിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കൂടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് തിരിച്ച് വീട്ടിലേക്ക്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, ഇനി വീട്ടിൽ പോകാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാട് നേരത്തെ അങ്ങ് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് സംസാരിച്ച് പതിയെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം എന്നുള്ള മട്ടിലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ചോറ് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സൺഡേ മൺഡേ ഒക്കെ പോയി മിക്കവാറും ഒരു തേഴ്സ്ഡേ എങ്കിലും ആവും. ഭാഗ്യത്തിന് ഇന്ന് ബുധനാഴ്ച തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തിയൊക്കെ കഴിച്ചു. അങ്ങനെ കഴിച്ച് കുറച്ചധികം സംസാരിച്ച് കുഴിമന്തിയുടെ കൂടെ ഒഴിവാക്കാൻ പറ്റാത്ത മസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണല്ലോ നമ്മുടെ കൂൾ ഡ്രിങ്ക്സ്. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു പെപ്സി കൂടെ ഓർഡർ ചെയ്തു. പെപ്സി വേണമെന്നൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ പെപ്സി കഴിച്ചില്ലെങ്കിൽ ഒരു മനതൃപ്തി കിട്ടുകയില്ല. അങ്ങനെ നമ്മൾ ഫൈനലി പെപ്സി വന്നു.
ഇനി നമ്മൾ പെപ്സിയും കൂടെ കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു കുഴിമന്തി കഴിച്ചതിൻ്റെ ഫുൾ എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. വാഗമണ്ണിലേക്കൊക്കെ ടൂറ് വരുന്ന ആൾക്കാരൊന്ന് നോക്കി വെച്ചോളൂ. തമാം റെസ്റ്റോറൻറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് തെക്കേക്കരയിലാണ് കേട്ടോ. ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തീർന്നു പോയി, ഒരു ഹാഫ് അവർ എടുക്കുന്നു പറഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി അത്രമാത്രം റഷ് ഉണ്ടായിരുന്നു എന്ന്. കാരണം നമ്മൾ പോയി ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 1-2 ബസ് നിറച്ച ആൾക്കാർ, ടൂറ് പോയിട്ടുള്ള ആൾക്കാർ ഫുള്ളി ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരിക്കും മേ ബി ചിലപ്പോൾ സൺഡേ ആയതുകൊണ്ടും പ്രതീക്ഷിച്ചതിലും കൂടുതൽ റഷും ക്രൗഡും വന്നപ്പം അങ്ങനെയായിരിക്കും ഫുഡ് തീർന്നു പോയത് എന്നാണ് നമ്മൾ നിഗമിക്കുന്നത്. അറിയില്ല, മേ ബി അത് തന്നെയായിരിക്കും, അല്ലാണ്ട് വരാൻ ചാൻസ് ഇല്ല. എപ്പോൾ പോയാലും നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ അധികം താമസമില്ലാണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു 9 സംതിങ് മണിയെങ്ങാണ്ടോ ആയപ്പോഴാണ് റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തോ ആവട്ടെ, എന്നാലും നമുക്ക് ഫൈനലി ഫുഡ് കിട്ടി. നമ്മൾ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ടൈം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്ത ആ ഒരു സന്തോഷവും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. അതിനുശേഷമാണല്ലോ ഈ ഒരു വീഡിയോ തന്നെ വോയിസ് ഓവർ ചെയ്തിടുന്നത്. നമ്മൾ ഇന്നത്തെ ടൈമിലാണെങ്കിൽ കൊണ്ടുപോകാത്ത പടം പിടിച്ച് ഇപ്പം നമ്മൾ 10 കാലം പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാത്ത പടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്ഥലം പറ്റില്ല. മതി ആദ്യം പറ്റും. മതി ഇതാ വെക്കുന്നത് ഞാൻ നടക്കാൻ പോയി. അന്ന് നമുക്ക് 10 3 ലക്ഷം രൂപ 4 ലക്ഷം 10 ചെയ്തപ്പോൾ പോയത്. പിന്നെ പണത്തെ കാട്ടി വേറെ എന്താണെന്ന് വെച്ചാൽ 500 രൂപ 500 200 രൂപ എണ്ണ അടിക്കുന്നത് 300 രൂപ ഇവിടെ 350 രൂപ ഇവിടെ അപ്പടി കളി. ഓക്കെ ഗ്യാസ് ഇതാണ് നമ്മുടെ തരിച്ചോണ്ടിരിക്കുള്ളൂ. അങ്ങോട്ട് പോകരുത്. ഇങ്ങനെ സാഹചര്യം ഇവിടെ കമ്പനികളാണ്. അപ്പോൾ അതിനുള്ള പണിയുണ്ട്. ഓക്കെ പക്ഷേ പഞ്ചായയുടെ പൈസയും കിട്ടാറുണ്ട്. 500 രൂപ വെച്ചേക്കാൻ കിട്ടാം. 60,000 രൂപ കേട്ടോ. 500 രൂപ
പക്ഷേ അതൊന്നും നടക്കുകയല്ല. 350 500 രൂപ കൊടുക്കുകയാണ് വാടകപ്പടി. ഓക്കെ, അപ്പോൾ 5 രൂപ പഞ്ചായത്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും. പിന്നെ 57 രൂപ പിന്നെ ഞാനില്ല, അത് ഞാനില്ല, അത് ഞാൻ തരും. 52,000 രൂപയോ? അത് മറ്റേ മണിമാല നമ്മുടെ ക്യാഷ് വിലക്ക് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. എനിക്കൊരു ഇഷ്ടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ടോ പൈസയുടെ കാര്യത്തിൽ? എനിക്ക് റീസൺ ആയിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞാണ്. എങ്കിലും ഇപ്പോൾ കുറച്ച് ഞാൻ പൈസയൊക്കെ പിടിച്ച് വെച്ച് ഇങ്ങനെ യൂസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം സേവിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്പിളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് അത്യാവശ്യം കുറച്ചധികം മണി ഡിസിപ്ലിൻ കൂടിപ്പോയോ എന്നൊരു സംശയം. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാവും. നോർമലി ഞങ്ങൾ സംസാരിച്ച കുറച്ച് കാര്യങ്ങളും കൂടി ക്ലിപ്സും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. വോയിസ് ഓവർ മാത്രമല്ലല്ലോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. വയറ് നിറച്ച് കുഴിമന്തി കഴിച്ച് ഇനി നമുക്ക് വാഷ്റൂമിൽ പോയി കൈ കഴുകണമല്ലോ. അങ്ങനെ നമ്മൾ വാഷ്റൂമിൽ പോയി കൈയൊക്കെ കഴുകി ഭാഗ്യം. നോർമലി ചില വാഷ്റൂമിൽ പോകുമ്പം, എസ്പെഷ്യലി റെസ്റ്റോറൻറ്റ് വാഷ്റൂമിൽ പോകുമ്പം മിക്കവാറും വെള്ളമായിരിക്കും, ഷാമ്പു ഉണ്ടാവില്ല. ഇവിടെ ഹാൻഡ് വാഷ് എന്താണെങ്കിലും ഭാഗ്യത്തിനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൈയൊക്കെ നന്നായിട്ട് കഴുകി ഫൈനലി ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ തമാം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാതെ വരയ്ക്കും. ടാറ്റാ, ബൈ ബൈ.